മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഡു യു വാണ്ട് എനി മിറാക്കിൾ ഇൻ ലൈഫ്? ബി എ മിറാക്കിൾ. യെസ്, ജീവിതത്തിൽ മിറാക്കിൾ പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ സ്വന്തമായി ഒരു മിറാക്കിൾ ആവുക എന്നുള്ളതാണ് ഇന്നത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം 2003 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് ബ്രൂസ് ആൽമൈറ്റി എന്ന് പറയുന്ന സിനിമ. കുറേ പേര് ആ സിനിമ കണ്ടു കാണും. വളരെ മനോഹരമായ ഒരു സിനിമ. ഈ സിനിമ ട്രെയിലർ കാണുന്ന സമയത്ത് 3 ചോദ്യങ്ങളോട് കൂടെയാണ് ഈ ട്രെയിലർ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. ഹാവ് യു എവർ ഫെൽറ്റ് അൺഅപ്രിഷിയേറ്റ്? അതുപോലെ തന്നെ ഹാവ് യു എവർ കംപ്ലൈന്റ് ഗോഡ്? ഹാവ് യു എവർ ഫെൽറ്റ് ലൈഫ് വാസ് അൺഫെയർ ടു യു? ഇങ്ങനെ 3 ചോദ്യങ്ങളിലൂടെയാണ് ഇതിന്റെ ട്രെയിലർ നമ്മളിലേക്ക് എത്തിയത്. അതായത് ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായിട്ടാണ് സിനിമ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. ജിം കേരിയും മോർഗൻ ഫ്രീമാനുമാണ് സിനിമയിലെ പ്രധാന താരങ്ങൾ. ബ്രൂസിന്റെ ലൈഫിൽ ആകമാനം പ്രശ്നങ്ങളാണ്. എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ബ്രൂസ് ആദ്യം കുറ്റപ്പെടുത്തുന്നത് ദൈവത്തെയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ലൈഫ് മുന്നേക്ക് പോകുന്ന സമയത്ത് എന്ത് പ്രശ്നം, ലൈഫിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം നമ്മളും പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ടല്ലോ. അതുപോലെയാണ് ഇവിടുത്തെ ബ്രൂസിന്റെ കഥാപാത്രം എന്ന് പറയുന്നത്. എന്ത് കാര്യങ്ങൾ വന്നാലും ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ് ബ്രൂസിന്റെ ഏറ്റവും വലിയൊരു ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ബ്രൂസിനൊരു ഇന്റർവ്യൂ കാർഡ് വരികയാണ്. അങ്ങനെ ആ ദിവസം ബ്രൂസ് ഇന്റർവ്യൂവിനായിട്ട് പുറപ്പെടുകയാണ്. ഈ ഇന്റർവ്യൂവിന് പുറപ്പെടുന്ന സമയത്തൊക്കെ ബഹുരസമാണ് ആ സിനിമ കേട്ടോ. കാരണം രാവിലെ ഉറക്കം എണീക്കാൻ താമസിക്കുന്നു, അലാറം വെച്ചത് AM PM ആയി പോകുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ ആകപ്പാടെ പ്രശ്നങ്ങളാണ് അന്ന് രാവിലെയും. എങ്കിലും അദ്ദേഹം എന്നിട്ട് ആകപ്പാടെ റെഡിയായി ഒരുവിധം തത്രപ്പാട് പിടിച്ചിട്ട് നമ്മുടെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഏറ്റവും മേളത്തിൽ 19ാമത്തെ നിലയിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ എന്ന് അറിയുന്നു. ലിഫ്റ്റിൽ പ്രസ് ചെയ്യുന്നു, ലിഫ്റ്റ് വർക്ക് ആവുന്നില്ല. പിന്നെ അത്രയും പടിയും അദ്ദേഹം ചവിട്ടി കയറി മുകളിലേക്ക് എത്തുകയാണ്. പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല. വെള്ള വസ്ത്രം ധരിച്ചൊരു മനുഷ്യനെ മാത്രം നമ്മുടെ ബ്രൂസ് കാണുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇന്റർവ്യൂ ഒന്നും ഇല്ലേ? അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, ഈ വെള്ളവസ്ത്രം ധരിച്ച മനുഷ്യൻ പറയുകയാണ്, ഇന്റർവ്യൂ ഉണ്ട്, ബ്രൂസിന് മാത്രമാണ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ബ്രൂസ് ആകെ ഞെട്ടിപ്പോകുന്നു. എനിക്ക് മാത്രം ഇന്റർവ്യൂ? തുടർന്നുള്ള അവരുടെ സംഭാഷണങ്ങൾക്ക് ശേഷം നമ്മുടെ ആ വെള്ളവസ്ത്രം ധരിച്ച മനുഷ്യൻ പറയുകയാണ്, ഞാൻ ദൈവമാണ് എന്ന് പറയുന്നു. ദൈവമാണോ എന്ന് പരിശോധിക്കാൻ ബ്രൂസ് കുറേയധികം കാര്യങ്ങൾ, പരീക്ഷണങ്ങൾ ചെയ്തു നോക്കുകയാണ്. അതിലൊക്കെ നമ്മുടെ ദൈവം വിജയിക്കുകയാണ്. അപ്പോൾ ദൈവമാണെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ ദൈവം പറയുന്നു, നീ എല്ലാത്തിനും ദൈവത്തെ ശകാരിക്കാറുണ്ടല്ലോ, നീ ഒരാഴ്ച നീ ദൈവമായിക്കോളൂ, ഞാൻ ഒരു സൈഡിലേക്ക് എന്റെ ജോലി മാറ്റിവെച്ച് മാറിയിരിക്കാം. അങ്ങനെ നമ്മുടെ ബ്രൂസ് ഒരാഴ്ച ദൈവമാവുകയാണ്. നമുക്കറിയാലോ, നമ്മളിലേക്ക് ഒരു ശക്തി വരദാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷിക്കുകയാണ് പതിവ്. ബ്രൂസും അത് പരീക്ഷിക്കുന്നു. അതൊക്കെ സിനിമയിൽ രസകരമായി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ബ്രൂസ് പരീക്ഷിക്കുന്ന സമയത്തും രാത്രി ആവുന്ന സമയത്ത് ബ്രൂസ് കിടന്നുറങ്ങുമ്പോൾ സമാധാനത്തിൽ കിടന്നുറങ്ങാൻ സാധ്യമാവുന്നില്ല. കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥനകളും നിരന്തരം വിളിച്ചപേക്ഷകളും ഒക്കെ നമ്മുടെ ബ്രൂസിന്റെ കാതുകളിൽ, കാരണം ദൈവമാണല്ലോ, കാതുകളിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് ബ്രൂസ് മനസ്സിലാക്കുന്നത് എത്രത്തോളം ഭാരിച്ചൊരു ചുമതലയാണ് ദൈവം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ്. ഞാൻ വളരെ ചുരുക്കിയാണ് ഈ കഥ പറഞ്ഞത് കേട്ടോ, വളരെ ചുരുക്കിയാണ്, കാരണം നമുക്ക് സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് അങ്ങനെ ഒടുവിൽ ഒരു ദിവസം കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റുകയാണ് നമ്മുടെ ബ്രൂസിന്. തുടർന്ന് ആക്സിഡന്റിന് ശേഷം ബ്രൂസും നമ്മുടെ ഈ ഒരു ദൈവ കഥാപാത്രവും തമ്മിൽ കണ്ടുമുട്ടുന്നു. അപ്പോൾ ബ്രൂസ് പറയാണ്, ഞാൻ മരിച്ചുപോയെന്ന് ചോദിക്കുമ്പോൾ വെള്ളയും വസ്ത്രം ധരിച്ച മനുഷ്യൻ പറയുന്നു, ഇല്ല, അതായത് ദൈവം പറയാണ്, മരിച്ചിട്ടില്ല ബ്രൂസ്, നീ ജീവനോടെയുണ്ട്. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ഒരു ദൈവമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്? അങ്ങനെ ദൈവം ബ്രൂസിനൊരു പാഠം പഠിപ്പിക്കുകയാണ്. നമ്മളെപ്പോഴും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദൈവത്തോട് പറയാതെ അല്ലെങ്കിൽ ശകാരിച്ചുകൊണ്ടിരിക്കാതെ മറ്റുള്ളവരെ കുറ്റം പറയാതെ ലൈഫിൽ മിറാക്കിൾസ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ സ്വന്തമായിട്ട് പ്രവർത്തിക്കുക. എനിക്കും എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് തന്നെയാണ്. നമ്മുടെയൊക്കെ ലൈഫിലും അത്ഭുതങ്ങൾ നടക്കും. ആ അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ നടക്കണമെങ്കിൽ അതിന് നമ്മൾ തന്നെ ഒരു കാരണക്കാരനാവുക തന്നെ വേണം. സോ ബി എ മിറാക്കിൾ. കേട്ടുകൊണ്ടിരുന്നത് RJ അരുണിനോടൊപ്പം ഇത് മധുരനാരങ്ങയാണ്. സോ ഇന്നത്തെ മധുരനാരങ്ങയുടെ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീണ്ടും നാളെ കേട്ടുമുട്ടും മറ്റൊരു മനോഹരമായ ടോപ്പിക്കും ഒരുപാടധികം ഗാനങ്ങളും ഒക്കെയായി. സോ എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ് വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുരനാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം റേഡിയോ ലൈവ്, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.